ഇനി എന്തു വേണമെങ്കിലും സംഭവിക്കട്ടെ, ഞാൻ വിട്ടു. എനിക്കിനി ഈ ഭാരം ചുമക്കാൻ വയ്യ. എന്തോ നടക്കട്ടെ. പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ. ഇനി ഓരോന്ന് സംഭവിച്ചിട്ട് അവനവൻ തന്നെ അനുഭവിക്കട്ടെ. എന്താ അമ്മ പറഞ്ഞേ? അവനവൻ അനുഭവിക്കട്ടെന്നോ? ഒക്കെ ഉണ്ടാക്കി വെച്ചത് അമ്മയല്ലേ? എന്താ? മീരയുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കൊണ്ടുവന്നത് അമ്മയല്ലേ? എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ ബാക്കിയുള്ളവരെ തലയിലിടുന്നോ? അനുഭവിക്കുന്നതേ അമ്മ ഒറ്റയ്ക്ക് മതി. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടം വരെ എത്തിച്ചില്ലേ നിങ്ങൾ എല്ലാവരും കൂടി? ഒരമ്മയുടെ സ്ഥാനം തന്നുകൊണ്ടും ആ സ്ഥാനത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെ പറയുവാ. മീരയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും അത് അമ്മയുടെ മാത്രം കുഴപ്പം കൊണ്ടാ. രജിസ്റ്റർ ഓഫീസിലെ മെയിൽ അയച്ചതിന്റെ പിന്നില് ആരാന്നൊക്കെ എനിക്കറിയാം. മീരയുടെ വീഡിയോയ്ക്ക് പിന്നിലും ആരാണെന്ന് ഇവിടെ ഉള്ളവർക്കെല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായല്ലേ? എന്നാ മനസ്സിലാകാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. മീരെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ദേവികയെ ഇവിടുന്ന് ഇറക്കി വിടണം. അതിന്റെ ഉത്തരം നന്ദ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് നടക്കാത്ത കാര്യവാ. അമ്മേ, അഥവാ മീരയ്ക്ക് ജീവൻ നഷ്ടപ്പെടുവാണെങ്കിലേ അതിന്റെ ഉത്തരവാദിത്തം ഒരേ ഒരാൾക്കാ, ചന്ദ്രോത്തെ പ്രഭാവതിക്ക്. അമ്മ മീരയുടെ ജീവൻ വെച്ച് വില പേശുവാ, ചില കൊള്ളക്കാരെ പോലെ. മീര അറിയുന്നില്ല അവളിപ്പോ അമ്മയുടെ കയ്യിലെ കളിപ്പാവയാന്ന്. അമ്മയുടെ ദുരഭിമാനം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഇര, ഒരു ഉപകരണമാണെന്ന് അവൾ അറിയുന്നില്ല. നിർത്തി, അധിക പ്രസംഗം പറയുന്നു. അമ്മ എന്നെ ചീത്ത പറഞ്ഞോ, തല്ലിക്കോ, പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും. മീര ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടും അമ്മ അവളുടെ പുറകെ പോയില്ല. കാരണം എന്താന്ന് ഞാൻ പറയട്ടെ. അമ്മയ്ക്ക് ഇവിടെ നിന്ന് അവസരം മുതലെടുക്കണം. മീര അങ്ങനെ ചെയ്യും, മീര ഇങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇവിടെ ദേവികയെ ഓടിക്കണം. പാവം ദേവിക നന്ദനെ വിളിച്ചോണ്ട് പോയിരിക്കുവാ മീരയെ കണ്ടുപിടിക്കാൻ. മീരയ്ക്ക് ആപത്തൊന്നും വരാതെ നോക്കാൻ. അവരിവിടെ ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ദേവികയ്ക്ക് മനുഷ്യത്വമുണ്ട്. മീരയുടെ ജീവൻ അവൾക്കിപ്പോ പ്രധാനം. മീരയെ കണ്ടെത്തിയ നന്ദൻ മീരയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യും. കപ്പയും മീൻകറിയും കട്ടൻ ചായ പൊളിച്ചു. വൈകിട്ടുണ്ടാക്കിയതാ, മോക്ക് ഇഷ്ടാവൂന്നറിയില്ല. നോക്കട്ടെ. സൂപ്പർ. ടീച്ചറമ്മേ, എന്തോ? ഈ വീടിനും ഇവിടുത്തെ അന്തരീക്ഷത്തിനും ഒടുക്കത്തെ പോസിറ്റീവ് വൈബാ. എന്റെ മനസ്സിലെ പ്രശ്നങ്ങള് ഒരു 30% കുറഞ്ഞു. അപ്പോ 70 ഇപ്പോഴും ബാക്കിയുണ്ട്. ഇനി അതുകൂടി തീർക്കണ്ടേ?